ഇനി ഒരിക്കലും ആവർത്തിക്കില്ലാത്ത പ്രതിഭയും പ്രതിഭാസവുമാണ് മോഹൻലാൽ. മലയാളികൾക്ക് ആ പേരിൻ്റെ ഉടമയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പതിറ്റാണ്ടുകളായി മലയാളി ജീവിതത്തിൻ്റെ ഭാഗമാണ് മോഹൻലാൽ. ആ ലാൽ ഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ചേട്ടനായും അച്ഛനായും കാമുകനായും കൂട്ടുകാരനുമായും എല്ലാം മോഹൻലാൽ മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മോഹൻലാൽ. വനിതയുടെ വാലന്റൈൻസ് ഡേ ലക്കത്തിൽ തൻ്റെയും സുചിത്രയുടെയും വിവാഹ വാർഷികം താൻ മറന്നുപോയതിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പവും എല്ലാം മോഹൻലാൽ മനസ്സ് തുറക്കുന്നുണ്ട്. സമ്മാനങ്ങൾ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സമ്മാനം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ? ആര് തരുന്നു, എന്താണ് സമ്മാനം, എങ്ങനെ തരുന്നു, എവിടെ വെച്ച് തരുന്നു ഒക്കെ പ്രധാനമാണ്. നല്ല നല്ല ഇഷ്ടങ്ങളിലല്ലേ നല്ല നല്ല സമ്മാനങ്ങളും സംഭവിക്കുന്നത്. പ്രണയ സമ്മാനങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇനിയും പ്രണയിക്കട്ടെ, മോഹൻലാൽ പറയുന്നു. ഒരിക്കൽ വിവാഹ വാർഷികമാണെന്ന് ഞാൻ മറന്നുപോയിരുന്നു. അത് സുജിക്കും മനസ്സിലായി. അതത്ര നല്ല കാര്യമൊന്നുമല്ല. എന്നിട്ടും വളരെ ഈസിയായി സുജി കൈകാര്യം ചെയ്തു. വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബാഗിലൊരു സാധനം വച്ചിട്ടുണ്ട്, ഒന്ന് തുറന്നു നോക്കൂ. ഞാൻ നോക്കിയപ്പോൾ ഒരു സമ്മാനവും ഒപ്പം ഒരു കുറിപ്പും. അതിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഈ ദിവസം മറക്കാതിരിക്കുക. മോഹൻലാൽ പറയുന്നു. പ്രണയവും സന്യാസവും മുന്നിൽ വെച്ചാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിനും മോഹൻലാൽ മറുപടി നൽകുന്നുണ്ട്. ഉറപ്പായും ആദ്യത്തേതല്ലേ എടുക്കൂ. പ്രണയത്തിൽ കൂടി നമുക്ക് സന്യാസത്തിലേക്ക് പോകാം. സന്യാസത്തിൻ്റെ ഭാവം മറ്റൊരു രീതിയിലുള്ള പ്രണയം തന്നെയാണ്. നല്ല പ്രണയത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകില്ല. അതാണ് യഥാർത്ഥ പ്രണയം. സന്യാസവും അങ്ങനെ തന്നെയല്ലേ? ഞാൻ അഭിനയിച്ച ഛായാമുഹി എന്ന നാടകത്തിൽ പറയുന്നുണ്ട്, പ്രണയിക്കാൻ എളുപ്പമാണ്, പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത് എന്ന്. എന്തൊരു സുന്ദരമായ വരിയാണതെന്നാണ് മോഹൻലാൽ പറയുന്നത്. ഐ ലവ് യു എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ മറുപടി പോടോ എന്നാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഭീഷണിയും കൊലപ്പെടുത്തലും ആസിഡെറിയലും കത്തിക്കുത്തും. യഥാർത്ഥ പ്രണയം ആകാശത്തോളം വലുതാണ്. പ്രണയം തകർന്നെന്ന് കരുതി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ പിറകെ പോയി നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും കളയുന്നത് എന്തിനാണ്? വീണ്ടും വീണ്ടും പ്രണയിക്കുന്നുവെന്നും താരം പറയുന്നു. താരം ഇപ്പോൾ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാനിൽ അഭിനയിക്കുകയാണ്. പിന്നാലെ സംവിധായകന്റെ കുപ്പായം അണിയുന്ന ബറോസ് തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട്.